നമസ്കാരം. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റു പോകുമെന്ന് പറഞ്ഞു. എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ എന്താവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല, സലീമിന് അറിയാലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ, അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ്. ഇപ്പൊ പോയട്ടോ, കണ്ണക്കടിപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, 1 ആഴ്ച 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ പി രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി വിചാരിച്ചു വളരെ നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നേ എന്ന് വിചാരിച്ചു. അങ്ങനെ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ല കേട്ടോ, പേര് പറയുന്നില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണ് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിട്ട് എന്താണ് കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എന്നുമില്ല, ആണ്ടൂർ സാധനപ്പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു. അയാളെ അന്വേഷിച്ച് വന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയുന്നത്, മൂലമറ്റക്കുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കരുങ്ങൻകുളത്തുനിന്ന് മറ്റേ താപനിലയിൽ നിന്ന് വൈദ്യുതി വന്നല്ല ഇയാളുടെ ഇത് ഭ്രാന്തി മാറുമെന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളും. ഒടുവിൽ നടൻ സലിംകുമാർ തന്നെ വേണ്ടി വന്നു ആ പയ്യനെ കണ്ടുപിടിക്കാൻ. ഏത് പയ്യനാണ് എന്ന് മനസ്സിലായോ? ഒരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മലയാളികളോടായി ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകനോ മറ്റോ. അവരങ്ങ് അമേരിക്കയിൽ ന്യൂയോർക്കിലായിരുന്നു. അവർ കേരളത്തിൽ വന്ന സമയത്ത്, കേരളത്തിലെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ അത്ഭുതപ്പെട്ടു പോയെന്ന്. പിന്നീട് അദ്ദേഹത്തോട്, അതായത് മുഖ്യമന്ത്രിയോട് അവർ പറഞ്ഞത്രേ, അയ്യോ കേരളം, നമ്മുടെ കേരളത്തിന് എന്തൊരു മാറ്റമാണ്, ഇത് അമേരിക്കയേക്കാൾ മികച്ചതാണല്ലോ എന്ന് പറഞ്ഞെന്ന് നമ്മളോട് അദ്ദേഹം തള്ളി മറിച്ചിരുന്നു. പക്ഷേ കുടുംബം ഏതാണെന്നോ ഈ പയ്യൻ്റെ പേരോ ഒന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നടൻ സലിംകുമാർ ആ പയ്യനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പയ്യൻ ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഈ പയ്യൻ്റെ പിതാവ് തന്നെ കൊണ്ട് ചികിത്സിക്കുകയാണ് എന്നാണ് പറയുന്നത്. കാരണം അമേരിക്കയേക്കാൾ മികച്ചതാണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ ഈ പയ്യൻ്റെ മാനസികാവസ്ഥയ്ക്ക് എന്തോ തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണത്രേ കൊണ്ട് ചികിത്സിക്കുന്നത് എന്ന് പറയുകയാണ്. മാത്രമല്ല, ഈ പയ്യനെ മാത്രമല്ല കണ്ടെത്തിയത്, മറ്റൊരവസരത്തിൽ മുഖ്യമന്ത്രി നമ്മളോട് പറയുകയുണ്ടായി, കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കണ്ടിട്ട് ഇവിടെ കുറച്ച് പണം നിക്ഷേപിക്കാൻ ഒരു വ്യവസായി തയ്യാറായിരുന്നു. അപ്പോൾ ഏതാനും കോടികളായിരിക്കും എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ധരിച്ചത്. എന്നാൽ ആ തുക കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. അതായത് 3 ലക്ഷം കോടി രൂപയാണ് ഇവിടെ നിക്ഷേപിക്കാൻ വേണ്ടി. ഓർക്കുക, 1 ലക്ഷം കോടിയാണ് നമ്മുടെ കേരളിൻ്റെ മൊത്തത്തിലുള്ള ചിലവായിട്ട് ഇവർ കണക്കാക്കിയിരുന്നത്. അതിൻ്റെ 3 ഇരട്ടി തുക ഇവിടെ നിക്ഷേപിക്കാൻ ഏതോ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു വ്യവസായി, ഒരു നിക്ഷേപകൻ തയ്യാറായി എന്ന് പറഞ്ഞു. പതിവ് പോലെ അയാൾക്കും പേരില്ലായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് ഏത് വ്യവസായിയാണ് എന്ന് പറഞ്ഞില്ല. നമ്മുടെയൊക്കെ അറിവിൽ അത്രയൊക്കെ പണം നിക്ഷേപിക്കാൻ കഴിവുള്ളത് അംബാനിയും അദാനിയും അതുപോലുള്ള ആളുകളാണ്. ഇനി യൂസഫ് അലി ആണോ എന്നറിയില്ല. പക്ഷേ എന്തായാലും പേര് പറയാത്ത വ്യവസായി എന്നാണ് പറഞ്ഞത്. ആ വ്യവസായിനെയും ഇപ്പോൾ സലിംകുമാർ കണ്ടെത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പയ്യൻ കിടന്ന സെല്ലിൻ്റെ അപ്പുറത്തെ സെല്ലിൽ ഇയാളും കിടപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലും സുന്ദരമായി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ തള്ളുകളെയും ട്രോളാൻ പറ്റില്ല എന്ന് സ്വതവേ ട്രോളന്മാരുടെ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന മീമുകളുടെ കൂട്ടത്തിൽ സലിംകുമാറും ജഗതിയും അതേപോലെ തന്നെ ഹരിശ്രീ അശോകനൊക്കെയാണ് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത്. അതായത് ട്രോളന്മാർക്ക് ഇവരുടെയൊക്കെ മീമുകളില്ലാതെ പറ്റില്ല. അപ്പോൾ അത് യഥാർത്ഥ ജീവിതത്തിലും സിനിമയിൽ മാത്രമല്ല അല്ലാതെ പ്രസംഗത്തിലൂടെയും സുന്ദരമായിട്ട് ഇവരെയൊക്കെ ട്രോളാൻ പറ്റും എന്ന് സലിംകുമാർ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്.